കാരണം ഇവിടെ ഹലോ നമസ്കാരം, സതീഷ് വയനാട് വണ്ടിമലയും. ഞാൻ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിൽ നിന്ന് എത്തിയതാണ്. ഇങ്ങോട്ട് കടത്തി വിടുന്നതിലൊക്കെ കുറച്ച് നിബന്ധനകളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ആസ്വദിച്ച് പോകുന്ന ഈ മനോഹരമായിട്ടുള്ള ഈ കാഴ്ച എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ വില നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് തിരിച്ചു പോകുന്നുണ്ട്. എന്താണേലും ടൂറിസം വകുപ്പ് ഈ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. ഇവിടെ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവും കേട്ടോ. നമ്മുടെ വയനാട്ടിൽ സൺസെറ്റ് കാണാൻ ഏറ്റവും നല്ല ഒരു സ്ഥലം നെല്ലാർച്ചാൽ വ്യൂ പോയിൻ്റാണ്. ഈ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ വന്ന് സന്തോഷത്തോടെ തിരിച്ചു പോകുന്നുണ്ട്. ഇവിടെ മീൻ വളർത്തുന്ന ഒരു അക്വേറിയം ഉണ്ട്. ഭയങ്കര ഒരു ശാന്തതയുള്ള സ്ഥലമാണ് ഇവിടെ. ശാന്തമായ ഒരു ഗ്രാമം. വയനാട്ടിലെന്നല്ല മറ്റെവിടെയും ഇതുപോലൊരു സ്ഥലം കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആളുകൾ വരുന്ന ഈ സ്ഥലത്ത് മാലിന്യമൊന്നും നിക്ഷേപിക്കാതിരിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം എന്താണെങ്കിലും ഇന്നത്തെ നല്ല വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എത്തിയ സമയത്ത് നമ്മൾ രണ്ട് താരങ്ങളെ കണ്ടുമുട്ടി. എന്താ പേര് മോൻ്റെ? ദുൽകിഫിൽ മനാൽ കോലുമിഠായി കഴിക്കുകയാണ്. മനാൽ നല്ല പാട്ട് പാടുന്നു കേട്ടല്ലോ. ഒരു പാട്ട് പാടാവോ? പാടുവോ? എന്താ പാട്ട്? ഏത് പാട്ടാ പാടുക? പാടുവോ? ഒരു പാട്ട് പാടുവോ? ഉറക്കെ പാട്, കേൾക്കല്ലേ. ഹിന്ദി, ഇനി ഒരു മലയാളം. ഏത് പാട്ടാ പാടുക മോള്? മാണിക്യമലരായ പോയി എല്ലാം പാടിക്കോ? പാടുവോ? പാടിക്കോളൂ കേട്ടോ. വിലസിടും നാരി ഫാത്തിമുന്നബി വിളിച്ച് കച്ചവാട തിന്നയച്ച് കണ്ട നേരം കലവിടുള്ളിൽ മോഹമോദിച്ചു. വെരി ഗുഡ്. നല്ല കുട്ടി കേട്ടോ, നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്താ? അടിപൊളിയാണല്ലോ അല്ലേ. എന്താ ഇവിടുത്തെ എന്താ അഭിപ്രായം പറയുന്നത്? നല്ല പീസ്ഫുൾ പ്ലേസ് ആണ് അല്ലേ. നല്ല സുഖമാണ്, നല്ല വൈബാണ്, കാണാൻ അടിപൊളിയാണ് അല്ലേ. സൂപ്പറാണ്. മൈക്ക് ഊരില്ല കേട്ടോ. മൈക്ക് ഊരിയാൽ കേൾക്കൂല. മൈക്കുമെന്നും വീഴണം, അപ്പോഴേ നമ്മൾ പറയണത് കേൾക്കുള്ളൂ. അതിന് പിടിച്ചാൽ കേൾക്കൂല കേട്ടോ. അപ്പോൾ ഓക്കെ, ഇവിടെ വന്ന് സന്തോഷമായി അല്ലേ, ഹാപ്പിയായി അല്ലേ. നല്ല കുട്ടിയായി, നന്നായിട്ട് പാട്ടൊക്കെ പാടി അല്ലേ. അപ്പോൾ ഇനി വരൂല്ലേ ഇവിടെ? ഇനി വരണം കേട്ടോ. അടിപൊളി, നല്ല സൂപ്പർ പാട്ടാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഈ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റ് വന്നിട്ട് ഇത്രയും ദിവസത്തിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു നല്ലൊരു സന്തോഷമുള്ളൊരു വീഡിയോ കിട്ടിയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ട് കുട്ടികളെ നന്നായിട്ട് പാടി, നല്ല മിടുക്കന്മാരായിട്ടുള്ള മിടുക്കനും മിടുക്കി. ഓക്കെ, താങ്ക് യു കേട്ടോ. നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ. ഇതുപോലെ നല്ല കാഴ്ചകളൊക്കെ ഇവിടെ വന്നതിൽ കാണാൻ പറ്റും കേട്ടോ. താങ്ക് യു കേട്ടോ. മറന്നു വരുന്നു. ഓക്കെ, താങ്ക് യു. സെറ്റല്ലേ ഇവിടെ? അടിപൊളിയാണ്. എന്താ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിനെ പറ്റി പറയാനുള്ളത്? നെല്ലാർച്ചാൽ വ്യൂ പോയിന്റ് പറഞ്ഞാൽ സമാധാനമുള്ള സ്ഥലം എന്ന് നേരത്തെ എന്തോ പറഞ്ഞല്ലോ. പീസുള്ള സ്ഥലം. പീസുള്ള സ്ഥലമാണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. ഇവിടെ വന്നിട്ടുണ്ട് ഇതിനു മുന്നേ? വന്നിട്ടുണ്ട്. മീനൊക്കെ കിട്ടും ഇവിടെ കേട്ടോ. മീനൊക്കെ കിട്ടും, പക്ഷെ ചൂണ്ടല്ല. അത് വേറെ വൈബായിരുന്നു അല്ലേ. ചൂണ്ടയിട്ട് ഒരു ദിവസം വരണ്ടേ അല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിൽ വന്നിട്ട് ഞാൻ ഇതിനു മുമ്പൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇന്നത്തെ വീഡിയോയിലാണ് എനിക്ക് ഒരു സന്തോഷം കിട്ടിയത്. പിന്നെ ഇന്നിപ്പോൾ അതിന് മാത്രം നമ്മൾ ലെങ്ത്തുള്ള വീഡിയോ ഒന്നും അല്ല എടുത്തിട്ടില്ലേ. പക്ഷേ ഞാൻ
എനിക്ക് ഇവിടെ വന്നിട്ടേ ഇപ്പോൾ ഒരുപാടൊക്കെ പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സൺസെറ്റ് കഴിയാനായി. എനിക്കിത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോകാനുണ്ട്. ഇവിടെ നല്ല മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ നമ്മുടെ കാരാപ്പുഴ ജലസേചന പദ്ധതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വെള്ളത്തിൽ നല്ല മീനുകളൊക്കെ കിട്ടും, ഫ്രഷ് മീനൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ ഒരുപാട് ഏരിയയിൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ. ആളുകൾ ഇതിൻ്റെയൊക്കെ സൈഡിലൊക്കെ അപ്പുറത്തെ ഭാഗത്തിലൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ അവിടെ ആ ഭാഗത്തിൽ വെള്ളത്തിലേക്ക് ഒരു വണ്ടി മറിഞ്ഞിരുന്നു, 1-2 വണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഇവിടെ ഓഫ് റോഡ് കളിച്ചിട്ട് അങ്ങനെ താഴേക്ക് പോയതായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പിന്നീട് ഇവിടേക്കൊന്നും വണ്ടി കടത്തി വിടില്ല. മറ്റേത് ഇതിലേക്ക് ഇങ്ങനെ വണ്ടികൾ ഒരുപാട് ഇങ്ങനെ വന്നിരുന്നു. പിന്നെ അവിടെ നിയന്ത്രണം വെച്ചു, വണ്ടികൾക്ക് ഇങ്ങോട്ട് വരുന്നതിലുള്ള നിയന്ത്രണം. പിന്നെ ഇവിടുത്തെ സൺസെറ്റ് കാണാന്ന് വെച്ചാൽ ഇവിടെ ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും. ചില സമയത്ത് മഞ്ഞുണ്ടെങ്കിൽ കിട്ടാൻ വഴിയില്ല, മേഘം ഉണ്ടെങ്കിൽ കിട്ടാൻ വഴിയില്ല. പക്ഷേ ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ചെമ്പ്രമലയാണ് കാണുന്നത് കേട്ടോ. വയനാട്ടിലെ നമ്മുടെ ചെമ്പ്ര പീക്ക് ഉണ്ടല്ലോ, ചെമ്പ്രമലയാണ്. പിന്നെ ഇവിടെ വന്ന് ആസ്വദിച്ച് പോകുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇന്നത്തെ ദിവസം കുറച്ച് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് ആ ഏരിയയിലേക്കൊക്കെ ഉണ്ട്. അപ്പം നെല്ലാർച്ചാൽ, വയനാട്ടിൽ വരുന്ന ആളുകൾ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റിൽ വരാതിരിക്കരുത്. ടിക്കറ്റ് വേണ്ട. ഇനി അടുത്ത മാസം മറ്റോ ഇത് ടിക്കറ്റ് വരുന്നുണ്ട്. ഇവിടെ അതിനുള്ള പദ്ധതികളൊക്കെ ഗവൺമെൻറ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ആസ്വദിച്ച് പോകാൻ ആരും മറക്കരുത്. കാരണം ഇവിടെ വയനാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ ഫ്രീ ആയിട്ട് വന്ന് ആസ്വദിച്ച് പോകാം. ഏതാ വീടാ? വീട് അമ്പലവയൽ അറിയോ? അമ്പലവയൽ അറിയോ നമ്മൾക്ക്? ആ, അമ്പലവയൽ. അപ്പം നമ്മുടെ വീട് എവിടെയാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വീട് അമ്പലവയലിലാണ്. അമ്പലവയലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാം. അമ്പലവയലിൽ കാർഷിക ഗവേഷണ കേന്ദ്രമുണ്ട്, അന്താരാഷ്ട്ര പൂപ്പൊലി നടക്കുന്ന സ്ഥലം, പുഷ്പമേള, പൂപ്പൊലി അറിയോ? പിന്നെ എടക്കൽ കേവ് ഉണ്ട്, എടക്കൽ ഗുഹ കേട്ടിട്ടുണ്ടോ? പിന്നെ മഞ്ഞപ്പാറ വ്യൂ പോയിന്റ് ഉണ്ട്. ഒരു പാറേൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മളിങ്ങനെ താഴേക്ക് നോക്കിയാൽ നമ്മൾ ഈ ഭാഗമൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. പിന്നെ വേറെ മ്യൂസിയം ഉണ്ട്, ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ അങ്ങനെ ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. പിന്നെ ഫാൻറ്റൻ റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ തല ഇങ്ങനെ ഇരിക്കുന്നത് പോലെ ഒരു പാറയുണ്ട്, വലിയൊരു പാറ. അതൊക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ വേറെ എന്താണ്ട് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇത്രയും സംഭവങ്ങളൊക്കെയാണുള്ളത്. പിന്നെ നല്ലൊരു സ്ഥലമാണ്, അവിടെയാണ് മാമൻ. ഓക്കെ, പോകണോ? അപ്പം നല്ല ടാലൻ്റുള്ള മിടുക്കി കുട്ടി. ആ മിടുക്കി കുട്ടീനോട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിനോട് ഭയങ്കരമായിട്ട് പോസിറ്റീവായി. കാരണം ആ 2 കുട്ടികളും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് അങ്ങനെ അതുപോലെയുള്ള ആളുകളെയൊക്കെ നമുക്ക് കണ്ടുമുട്ടുക, അങ്ങനെയുള്ള കൊച്ചു കുട്ടികളെയൊക്കെ കണ്ടുമുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സ് വല്ലാതെ, ഇപ്പോൾ ആ കുട്ടി പറഞ്ഞ പോലെ തന്നെ പീസ്ഫുള്ളാവും. അത് ഈ പീസ്ഫുള്ളായിട്ടുള്ള ഈ സ്ഥലത്ത് വരാൻ ആ കുട്ടിക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാനിവിടെ എത്തിയ സമയത്തേ എനിക്ക് അതുപോലെ ഒരു മനസ്സിനെ ശാന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരോ നല്ല നല്ല അനുഭവങ്ങളുണ്ടാവും. ആ അനുഭവത്തിലൂടെ നമുക്ക് ഓക്കെ, സീ യു, ബൈ, താങ്ക് യു. ആണാട്ടാ, ശരി, സെറ്റാ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു, സന്തോഷം. ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സൺസെറ്റ് ഇതാ നോക്കി കണ്ടോളൂ കേട്ടോ. ഇതുപോലെയുള്ള കാഴ്ച വല്ലപ്പോഴൊക്കെയാണ് കിട്ടാനുള്ള സാധ്യത ഉള്ളൂ. നല്ല കാഴ്ച, കാരണം മഞ്ഞുണ്ടെങ്കിൽ കിട്ടില്ല, മഴക്കാറുണ്ടെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഇങ്ങനെ സൺസെറ്റൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. ഓക്കെ, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഇങ്ങോട്ട്